Welcome students, welcome to the class of electrodynamics. Today we are going to discuss another type of motion of a charged particle in presence of both electric and magnetic field. This type of motion we are basically known as cycloid motion. In cycloid motion we are discussing about the different trajectory of the charged particle when a charged particle is experienced by both the field, that is electric field and magnetic field. The motion of a charged particle in the crossed electric and magnetic field. What is the meaning of crossed electric and magnetic field? ഈ ആനിമേഷൻ പിക്ചറിൽ നിങ്ങൾക്ക് രണ്ട് കളർ കാണാം. ഒന്ന് ബ്ലൂ കളറും ഒന്ന് ബ്രൗൺ കളറുമാണ്. ബ്ലൂ കളർ ഈസ് റെപ്രസെന്റിംഗ് the magnetic field. Similarly, brown color representing electric field. അപ്പോൾ ഇവിടെ രണ്ട് പ്ലെയിൻ ഉണ്ട്. ഒരു പ്ലെയിൻ ബ്ലൂ ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് രണ്ടാമത്തെ പ്ലെയിൻ ഉള്ളത്, അതാണ് ബ്രൗൺ പ്ലെയിൻ. അപ്പോൾ ബ്ലൂ പ്ലെയിനിലുള്ള വൈബ്രേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആയ ബ്രൗണിലുള്ള വൈബ്രേഷൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡിലുള്ളത്. അപ്പൊ ഇങ്ങനെ രണ്ട് പ്ലെയിനുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നിലനിൽക്കുമ്പോഴാണ് രണ്ട് ഫീൽഡുകളും ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മോഷൻ എന്ന് പറയുന്ന സൈക്ലോയിഡ് മോഷൻ ആണെന്നും ആ സൈക്ലോയിഡ് മോഷനിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രസൻസ് ചെയ്യുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പ്ലെയിൻ രണ്ട് പ്ലെയിനുകളുണ്ട്, one for electric and one for magnetic field. Both are mutually perpendicular. Consider three different axes x, y and z. Here we are placing magnetic field in x direction. So magnetic field is in x direction and according to this symbol, ഈ സിമ്പിൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മുടെ പ്ലെയിനിൽ നിന്നും നമ്മളുടെ സൈഡിലേക്കാണ്. ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ നിന്നും നമ്മുടെ സൈഡിലേക്ക് വരുന്നത് പോലെയുള്ള പ്ലെയിനിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉള്ളത്. സിമിലർലി ഇൻ സെഡ് ഡയറക്ഷൻ വി ആർ placing electric field. So electric field in z direction. Okay, so we have both electric and magnetic field. Both are in mutually perpendicular. A charged particle is at rest, so the magnetic force is zero. നമ്മൾ ആദ്യം തന്നെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലസ് ക്യൂ ഒറിജിനൽ ആണ് വെച്ചേക്കുന്നത്, അത് അറ്റ് റെസ്റ്റിലാണ്. When a charged particle at rest, there will be no magnetic force. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലാതിരുന്നത്? മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to Q into V cross B. Velocity cross magnetic field. If velocity is equal to 0, the magnetic field will remain 0. So, when a charged particle is placed at the origin and at rest, there will be no magnetic force. What about electric field? Charged particle is accelerated in electric field. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് Fe is equal to Q into E ആണ്. So, when a charged particle is placed in electric field, there will be a electric force. Electric force ഏത് ഡയറക്ഷനിലാണ്? Z ഡയറക്ഷനിലാണ്, അത് നേരെ മുകളിലേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫോഴ്സ് മൂലം ചാർജ്ഡ് പാർട്ടിക്കിൾ മെല്ലെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ ബൈ ദി ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ മൂവ് along the z direction. Then what happen? ഇങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു വെലോസിറ്റി വരും. സോ ഒരു വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. നേരത്തെ നമ്മൾ പറഞ്ഞത് വെലോസിറ്റി 0 ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് മൂലം ചാർജ്ഡ് പാർട്ടിക്കിൾ മെല്ലെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു വെലോസിറ്റി വരുന്നത് കൊണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ്ഡ് ബൈ എ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫോഴ്സിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ വെലോസിറ്റി മാഗ്നറ്റിക് ഫോഴ്സിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ മൂവ് ഇൻ എ സർക്കുലാർ പാത്ത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്ലോട്രോണിൽ പഠിച്ചതാണ്. When a charged particle is moving perpendicular to the magnetic field, the net motion of the charged particle will be in a circular path. അങ്ങനെ ഈ മാഗ്നറ്റിക് ഫോഴ്സ് മൂലം ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് മൂലം
ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു സർക്കുലാർ പാത്തിലേക്കായിരിക്കും ഈ മാഗ്നറ്റിക് ഫോഴ്സ് മൂവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് മൂലം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ഒന്നുകൂടെ പറയാം. ആദ്യമേ ചാർജ്ഡ് പാർട്ടിൽ അറ്റ് റെസ്റ്റിലായിരുന്നു. സോ ദർ വിൽ ബി നോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. ഇലക്ട്രിക് ഫോഴ്സ് മൂലം ചാർജ്ഡ് പാർട്ടികൾ നേരെ മുകളിലേക്ക് പോകും. കാരണം ഇലക്ട്രിക് ഫോഴ്സ് ഡയറക്ഷൻ ഇസ് ഡയറക്ഷനാണ്. വെൻ ദി ചാർജ്ഡ് പാർട്ടിക്കിൾ പിക്ക് അപ്പ് ദി സ്പീഡ് ഇസ് മാഗ്നറ്റിക് ഫോഴ്സ് ഇൻക്രീസ്. അപ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഓൾവേസ് ട്രൈസ് ടു ട്രാവൽ അലോങ് എ സർക്കുലർ പാത്ത്. ഇങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ആദ്യം ഇലക്ട്രിക് ഫീൽഡിന്റെ സഹായത്തോടെ തുടങ്ങി മാഗ്നറ്റിക് ഫോഴ്സ് മൂലം സർക്കുലാർ പാത്തിലേക്ക് പോയി ഇവിടെ സെൻട്രൽ പോയിന്റിലെത്തി. ഫോർ എക്സാമ്പിൾ ദി പോയിന്റ് പി. അപ്പോൾ എപ്പോഴും ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫോഴ്സ് സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ സെൻട്രൽ റീജിയനിലെത്തി വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് പി ഇൻ ദി കർവ്ഡ് പാത്ത് ദി പാർട്ടിക്കിൾ ടേൺസ് ഡൗൺ. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ടേൺസ് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫോഴ്സ് നേരെ മുകളിലേക്കാണ്. ഇപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ പോകുന്നതോ സർക്കുലർലി താഴേക്കാണ്. ദി മോഷൻ ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ the opposite direction of electric force. So what happen? The velocity will be decrease. അങ്ങനെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇപ്പോൾ ഇലക്ട്രിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മെല്ലെ കുറയാൻ തുടങ്ങും. അങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കുറയുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫോഴ്സും കുറയും. സോ then it move against the electric field and hence its velocity decrease. Because of the magnetic force also decrease and reduce to zero when the particle reaches at the point A in the y-axis. അങ്ങനെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയി മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിളിന് ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് അത് വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സും കുറയും. അപ്പോൾ അങ്ങനെ വെലോസിറ്റി കുറഞ്ഞ് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി 0 ആവും. വെലോസിറ്റി 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫോഴ്സും 0 ആവും. ഇവിടെ വീണ്ടും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് പിന്നെയും മുകളിലേക്ക് മൂവ് ചെയ്യാൻ സമ്മതിക്കും. ആ അവസരത്തിൽ മാഗ്നറ്റിക് ഫോഴ്സ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്താലോ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യാൻ സമ്മതിക്കും. ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ പോകുന്ന പാത്താണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, സിൻസ് ദി പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ഇൻ ദി y-z പ്ലെയിൻ, ഇറ്റ്സ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഈസ് ഗിവൺ ബൈ 0, y ആൻഡ് z. എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് x ആക്സിസിലാണ്, നമ്മളുടെ നേരെയാണ്. ബാക്കിയുള്ള ഡയറക്ഷൻ, ബാക്കിയുള്ള പ്ലെയിൻ അതായത് y-z പ്ലെയിൻ ആണ്. ഈ y-z പ്ലെയിനിലായിരിക്കും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. നമുക്ക് ഈ പിക്ചറിൽ തന്നെ മനസ്സിലാക്കും, നമ്മളൊരു പ്ലെയിൻ വൈക്കും സെഡിലും കോമൺ ആക്കി വരച്ചു കഴിഞ്ഞാൽ ആ പ്ലെയിനിലായിരിക്കും ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പൊസിഷൻ, ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഏതെങ്കിലും ഒരു സമയത്തുള്ള പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് y കമ്പോണന്റ് ഉണ്ടാവും, z കമ്പോണന്റ് ഉണ്ടാവും. എക്സ് കമ്പോണന്റ് അവിടെ 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് സിൻസ് ദി പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ഇൻ ദി y-z പ്ലെയിൻ, ഇറ്റ്സ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഈസ് ഗിവൺ ബൈ 0, y, z. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എങ്ങനെ എടുക്കാം? ഇത് പൊസിഷൻ ആണെങ്കിൽ ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഇതിന്റെ വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0, y ഡോട്ട്, z ഡോട്ട്. അപ്പൊ y ഡോട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, z ഡോട്ട് എന്ന് പറയുന്നതും ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ വെലോസിറ്റി ഈസ് ഓൾവേസ് ഇൻ y-z പ്ലെയിൻ എന്ന് ഓർത്തിരിക്കുക. സോ ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന് കൂടി നമ്മൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് സർക്കുലർ മോഷനിൽ എലോങ് y ഡയറക്ഷനിലേക്ക് പോയത് എന്ന് കൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലറിൽ ആദ്യം പിടിക്കണം. അതിനുശേഷം മ്യൂച്വലി പെർപെൻഡിക്കുലറിൽ പിടിക്കുമ്പോൾ നമ്മളുടെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സ് ആണ്, ഫോർ ഫിംഗർ റെപ്രസെന്റ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ആണ് അല്ലെങ്കിൽ കറന്റ് ആണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി FBI, F ഫോർ തമ്പ്, B ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ഫിംഗർ,
I for velocity. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 4 ഫിംഗറിനെ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സൈഡിലേക്ക് ആയതുകൊണ്ട് നമ്മുടെ 4 ഫിംഗർ എന്ന് പറയുന്നത് പ്ലെയിനിൽ നിന്നും നമ്മുടെ സൈഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കൈയിനെ ചെറുതായിട്ട് തിരിച്ചിട്ട് നമ്മുടെ മിഡിൽ ഫിംഗർ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ നമ്മളുടെ ഫിംഗർ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് ഉള്ളതായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ആ തമ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വൈയുടെ ഡയറക്ഷനിലേക്കായിരിക്കും. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ് വരുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ വൈയുടെ ഡയറക്ഷനിലേക്ക് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് വരുമ്പോൾ ഉള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ദ ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് F is equal to QEZ plus Q into V cross B. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. When a charged particle is placing in both electric and magnetic field, the force due to electric field is QE and force due to magnetic field is Q into V cross B. അപ്പോൾ ഇവിടെ QEZ cap എന്ന് എഴുതിയേക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആണ്. വേർ we are placing electric field in Z direction. Okay, similarly there is a direction for V cross B. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം കിട്ടുകയെന്ന്. Just substituting QEZ cap plus Q into V cross B. V cross B യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് പോലെ X cap, Y cap, Z cap. Now value for V 0 Y dot Z dot. എന്തുകൊണ്ടാണ് Y dot Z dot കിട്ടുന്നത്? Y dot എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അത് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ YZ പ്ലെയിനിലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തുള്ള പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് Yയിലും ഉണ്ടാവും, Zയിലും ഉണ്ടാവും. ഇവിടെ നമ്മൾ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. സോ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? Y dot ആൻഡ് Z dot. അടുത്തതോ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ് ഉള്ളത്? എക്സ് ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എക്സിൽ കൊടുത്തു, വൈയിലും സെഡിലും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എക്സ്പാൻഡ് ദിസ് വൺ. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. പ്ലെയിൻ പറയാനും വേണ്ടി ഞാൻ ഒന്നും കൂടെ ഈ പിക്ചർ ഇവിടെ കൊടുത്തു എന്ന് മാത്രം. YZ പ്ലെയിനിലായിരിക്കും എല്ലാ സമയത്തുമുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ. ദർ വിൽ ബി നോ പൊസിഷൻ ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പോൾ ആ സംഭവം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പിക്ചറിനെ വീണ്ടും ഇവിടെ ഒന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. സോ F is equal to QEZ cap plus നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ Q കോമൺ ഉണ്ട്. X cap into Y dot into 0 minus Z dot into 0 minus Y cap into 0 minus B into Z dot plus Z cap into 0 minus Y dot B. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ F is equal to QEZ cap plus QB Z dot Y cap minus QB Y dot Z cap. After a small rearrangement, X cap can be taken common as outside. Similarly, F is equal to MA. So M into X double dot X cap plus Y double dot Y cap plus Z double dot Z cap. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ Y dot എന്ന് പറഞ്ഞ വെലോസിറ്റി ആണെങ്കിൽ Y double dot എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ അങ്ങനെ ആക്സിലറേഷൻ ക്യാൻ ബി ടേക്കൺ ഇൻ 3 ഡയറക്ഷൻ. In X, Y and Z. Now we can equate both the equations since the LHS are equal. What happen? QB Z dot Y cap plus QE minus QB Y dot into Z cap is equal to M into X double dot X cap plus Y double dot Y cap plus Z double dot Z cap. So we can equate the terms. There will be no terms for X cap in RHS. So M X double dot is equal to 0. Similarly, M Y double dot is equal to QB Z dot. Similarly, finally, for equating Z component, M Z double dot is equal to QE minus QBY dot. At this instant, the cyclotron frequency is obtained from the equation mr omega square is equal to QB, which is equal to Q
r omega b. Just substitute the value for v because it is in a circular motion, so velocity is equal to r omega. From that we can found omega is equal to qb by m. After this equation we are going to a direct solution. Y is equal to e by b omega into omega t minus sin omega t, and z is equal to e by b omega into 1 minus cos omega t. അപ്പോൾ ഞാൻ ഈ രണ്ട് ഇക്വേഷനെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്തതിന്റെ കാരണം ഇവിടെ നമുക്ക് എക്സ് ഡബിൾ ഡോട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, സിമിലർലി ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ, സിമിലർലി ഡി സ്ക്വയർ സെഡ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ഇവിടെയെല്ലാം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഉണ്ടായിരുന്നത് എക്സിനും വൈക്കും സെഡിനും. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. പക്ഷേ എക്സിന് വാല്യൂ 0 ആയിരിക്കും, കാരണം വെലോസിറ്റിക്ക് കമ്പോണന്റ് ഇല്ല എക്സ് ഡയറക്ഷനിൽ. പിന്നെയുള്ളത് വൈയും ആൻഡ് സെഡ് ആണ്. ഈ വൈനെയും സെഡിനെയും കണ്ടുപിടിക്കാനുള്ള ലാർജ് നമ്പർ ഓഫ് സ്റ്റെപ്പിനെ ഞാൻ സിംപിളി അവോയ്ഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ മാത്രമാണ് ഞാനിവിടെ താഴെ എഴുതിയേക്കുന്നത്. അതാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നത്. വൈ എന്താണ്, സെഡ് എന്താണ്. അപ്പോൾ സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കുമ്പോൾ ഇതിനിടയ്ക്കുള്ള ആ വലിയ സ്റ്റെപ്പുകളെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ വൈന്റെ വാല്യൂവും സെഡിന്റെ വാല്യൂ നിങ്ങൾ സാധാരണഗതിയിൽ ഓർത്തിരിക്കാറാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡെറിവേഷനെ അധികം ലെങ്തി ആക്കാതെ ഷോർട്ടസ്റ്റ് ഫോമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ വൈയുടെ വാല്യൂവും സെഡിന്റെ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ് നല്ലത്. ഇതിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോട്ടായിട്ട് പിന്നെ തരുന്നതായിരിക്കും. ഫ്രം ദി പ്രീവിയസ് ഡിസ്കഷൻ വി ഫൗണ്ട് ദാറ്റ് വൈ ആൻഡ് സെഡ് ആർ ലൈക്ക് ദിസ്, പുട്ടിംഗ് ഇ ബൈ ബി ഒമേഗ ആസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആർച്ചസിലുള്ള ഇ ബൈ ബി ഒമേഗനെ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? y is equal to r into omega t minus sin omega t. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? y minus r omega t is equal to minus r sin omega t. Similarly z-നും നമുക്ക് ഇതേപോലെ ഒരു ആൻസർ കിട്ടും. ദാറ്റ് ഈസ് z minus r is equal to minus r cos omega t. ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ y minus r omega t whole square plus z minus r whole square is equal to r square. ഇത് എന്ന് പറയുന്നത് this is the equation for a circle of radius capital R with the center 0, capital R omega t, R travels in the y direction at constant speed v is equal to r omega, which is equal to e by b. So thus we conclude that the charged particle moves us through it where a spot on the rim of a wheel rolling down the y-axis at a speed. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പൊസിഷനെ നമ്മൾ ട്രേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സൈക്കിളിന്റെ മുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ടിട്ട് സൈക്കിൾ കറങ്ങുമ്പോൾ ആ നമ്മൾ ഇട്ട പോയിന്റിന്റെ ട്രജക്ടറി ആയിട്ടായിരിക്കും നമുക്കിവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾ കറങ്ങുന്നതായിട്ട് കാണുക. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു സൈക്കിൾ ടയർ എടുക്കുക, അതിലൊരു പോയിന്റ് അടയാളപ്പെടുത്തുക, അതിനുശേഷം നമ്മൾ ഈ സൈക്കിൾ ടയറിനെ ഒന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ ആ പോയിന്റിന്റെ പൊസിഷൻ ആയിരിക്കും ഇപ്പോൾ ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ. ദി കർവ് ജനറേറ്റഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ് എ സൈക്ലോയിഡ്. The resulting motion of a charged particle initially at rest in a crossed electric and magnetic field is called a cycloid motion, and the corresponding trajectory is called a cycloid. Notice that the overall motion of the particle is not parallel but perpendicular to the electric field. അപ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ട്രജക്ടറി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ റെഡ് ആണ് ചാർജ്ഡ് പാർട്ടിക്കിൾ നോക്കുക. അപ്പോൾ ഈ റെഡ് പോയിന്റ്, ഈ പോയിന്റ് പോകുന്ന വഴി മാത്രം നമ്മൾ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിളിന്റെ ടയറിൽ ഒരു പോയിന്റ് ഇട്ടു, ആ സൈക്കിളിന്റെ ടയർ നമ്മൾ കറക്കുകയാണെങ്കിൽ ആ പോയിന്റ് പോകുന്ന വഴി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ പോയിന്റ് കടന്നു പോകുന്ന വഴീനെയാണ് നമ്മൾ ശരിക്കും ഒരു സൈക്ലോയിഡ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു സൈക്ലോയിഡ് മോഷൻ ആണ്. ഇറ്റ് ഈസ് ദി ട്രജക്ടറി ഓഫ് എ പോയിന്റ് ഇൻ എ സൈക്കിൾ റിം. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷനുകളെയാണ് നമ്മൾ സൈക്ലോയിഡ് മോഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സൈക്ലോയിഡ് മോഷൻ ഈ കാരണമാകുന്നത് when a charged particle is placing
in a crossed electric and ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.